ഏതൊരു വാർത്തയെയും പോലെ ആ വാർത്ത വരുമ്പോൾ വലിയ രീതിയിൽ അതിങ്ങനെ പ്രസരിക്കുന്ന പോലെ മറ്റൊരു വാർത്തയും വന്നിരിക്കുന്നു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ ദാരുണാന്ത്യം കണ്ടു കേരളം ഇന്ന് പകലിൽ. കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയം വന്നപ്പോൾ വലിയ രീതിയിൽ സർക്കാരിൻ്റെ അനാസ്ഥകളെല്ലാം ചർച്ചയായി. ആ വാർത്തയും ഓരോ ദിവസം കഴിയുമ്പോൾ ഡൈല്യൂട്ട് ആവുന്നത് പോലെ തന്നെ ഡൈല്യൂട്ടായി. ഇന്ന് നോക്കൂ, 2.5 മീറ്റർ അകലം പോലും ഇല്ലാതെ ഒരു വിദ്യാലയത്തിനോട് ചേർന്ന് നിൽക്കുന്ന വൈദ്യുതി കമ്പിയിൽ ഇങ്ങനെ തട്ടി ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയ്ക്കായി ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം അതും ഡൈല്യൂട്ട് ചെയ്യപ്പെടും. ആ വാർത്തയും കഴിഞ്ഞു പോയ ഒരു സംസാര രീതിയായി മാറും. പോയത് ആ വിദ്യാർത്ഥിക്കും ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിനും മാത്രം. വളരെ അടുത്ത് നിൽക്കുന്നവർ, അധ്യാപകർ, ആ സ്കൂൾ ചിലപ്പോൾ 1-2 ആഴ്ച, കൂടി വന്നാൽ 1 മാസം അത് ചർച്ചയ്ക്കെടുക്കാം. അതിനുശേഷം അതും എന്നത്തെയും പോലെ തന്നെ ഡൈല്യൂട്ടായി അവസാനിക്കുന്ന വാർത്തയായി പോകും. നോക്കൂ, കേരളത്തിൽ എത്രമേൽ നിസ്സാരവൽക്കരിച്ചാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതൊരു കാര്യവും അതിൻ്റെ നിയമരീതിയിൽ ചെയ്യാതെ, ഏതൊരു കാര്യവും അതിൻ്റെ യഥാസ്ഥിതിയിൽ ചെയ്യാതെ ഇങ്ങനെ കേരളം മുമ്പോട്ട് പോകുന്ന ഈ സാഹചര്യം വാർത്തയ്ക്കായി മാത്രം വാർത്താമാധ്യമങ്ങൾ എടുക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളായി, സംഭവങ്ങളായി ഓരോന്നും പരിണമിക്കുന്നു എന്നുള്ളത്.